ഹലോ ഹലോ ചാരി, ചന്തു, നീ തന്നെയാ? അതെ ഞാൻ തന്നെയാ. ഇവിടെ നല്ല സൗഖ്യാണ് കേട്ടോ. അവിടെയാണെങ്കിലോ പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്ത് നടു ഒടിയാ. കാശൊട്ട് ഇങ്ങോട്ട് വരായികയില്ലേനും. ഇവിടെയാണെങ്കിലോ ബാക്കിന് ലക്ഷം എന്ന കണക്കിന് ലക്ഷങ്ങൾ ഇങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുക. എന്താ ഉദ്ദേശം? അവിടെ തന്നെ സെറ്റിൽ ആവാൻ തീരുമാനിച്ചോ? അതിനെന്താ ഇപ്പൊ എത്ര തീരുമാനിക്കാൻ? ഞാൻ സെറ്റിലായി കഴിഞ്ഞു. പൂജാരിയായിരുന്ന നരസിംഹാചാരി ഡോൺചാരി ആയാൽ അതിൽ അസൂയപ്പെടുന്ന കേട്ടോ. ഡോണോ? അതെന്നെ. അമ്മാവാ, അത്യാവശ്യമായിട്ട് എന്തിനാ കൽക്കട്ടെന്ന് വരുത്തിയേ? എന്താ പഴം പിഴിഞ്ഞ പോലെ നിക്കണേ? വല്ല പ്രേമനൈരാശ്യം മറ്റാണോ? ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു നീ കേട്ടിട്ടില്ലേ? അതാ അതിന്റെ അവസ്ഥ. എനിക്കൊരു മംഗലം നടന്ന് കാണാൻ തനിക്ക് ആഗ്രഹമില്ലേ? എന്താ അമ്മാവായി പറയണേ? മൂത്ത് നരച്ച് നിക്കണ അമ്മാവനൊരു മംഗലം നടന്ന് കാണാന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമല്ലേ? അതിനുള്ള അവസരം എനിക്ക് നിഷേധിച്ചു ആ ചാരി. എന്റെ സമ്പാദ്യം മുഴുവൻ ചെലവാക്കി ആ ചന്ദ്രകലയെ സ്വന്തമാക്കാൻ ഒരുങ്ങിയതാ. അവൻ കൂടെ നിന്ന് എന്നെ ചതിച്ചു. അപ്പൊ ഒഴിഞ്ഞു മാറുക ബുദ്ധി, വേറെ വഴിയില്ല. വഴിയുണ്ട്. കൽക്കത്തയിലുള്ളൊരു ബാബുജിയെ താൻ അറിയോ? അങ്ങേര് വലിയ ഡോണല്ലേ? അങ്ങേരുമായിട്ട് അമ്മാവൻ എന്താ ബന്ധം? അവൻ എന്നെ മാത്രല്ല അയാളെ കൂടി ഇപ്പൊ പറ്റിച്ചോണ്ടിരിക്കുക. എന്ത് പറ്റിച്ചുന്നാ? അവനെ പോലെ തന്നെയുള്ള മറ്റൊരുത്തരുണ്ട്. അവന് പകരമായി ഇവൻ ഒരു വലിയ സംഖ്യ കൈപ്പറ്റിക്കൊണ്ട് കൽക്കത്തയിൽ പോയിരിക്കുകയാണെന്ന് അഗ്രഹാരത്തിൽ ഒരു സംസാരമുണ്ട്. ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. സത്യങ്ങളെല്ലാം ബാബുജിയെ അറിയിക്കണം. അത് നിസ്സാരല്ലേ, നമുക്ക് നോക്കാം. ഒരുപക്ഷെ നടന്നില്ലാച്ചാ നമുക്ക് അവനെ തീർക്കണം. അതിന് നീ തയ്യാറായിരിക്കുക. നമ്മളായിട്ട് അത് ചെയ്യണോ? അവൻ തിരിച്ച് നമ്മളെ അങ്ങോട്ട് തീർത്താലോ? നിനക്ക് പറ്റില്ല വെച്ചാ നോം തന്നെ അവന്റെ കഥ കഴിക്കും. അമ്മാവന് ഇത്രയും ശൗര്യം ഉണ്ടാവുന്നു നോം നിരീക്ഷിച്ചില്ല. നീ മാത്രമല്ല, നോമും നിരീക്ഷിച്ചിട്ടില്ല. എന്താ ഒരു പുജ്ഞം? എന്തായാലും ശാന്ത നൈറ്റ് ഡ്യൂട്ടിയാ? താങ്ക് യു. എന്താണ് മോളിയാന്റെ നേരത്തെ എന്നോട് ഫോണിൽ പറഞ്ഞ പുതിയ വീസ എവിടെയാ? ഹാ ബാബുജി, അവളവിടെ വെയിറ്റ് ചെയ്യാ. ജാओ എൻജോയ് കരോ. ജായേ ജായേ. ആളൊരു കിളന്താണല്ലോ. അല്ല മോളെ, നീ നമ്മുടെ നാട്ടുകാരിയാ? അതെ. ഉദ്ഘാടകൻ ഞാനായത് നിന്റെ ഭാഗ്യം. ഞാൻ കൈവച്ചവരൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുണ്ട്. അത്ര കൈപുണ്യ കൊച്ചെനിക്ക്. ഇത് ഒറിജിനലോ ഡ്യൂപ്ലിയോ? ഏയ് ആരാ നീ? ഒറിജിനലാ? എന്റെ പൊന്നനിയാ, ഞാനിവിടെ ഒരു ഉദ്ഘാടനത്തിന് വന്നാ. ഈ അടിയും പിടിയും നമുക്ക് ശരിയാവില്ല. എന്നാ ഞാൻ പോട്ടെ. എന്റെ അച്ഛനുള്ള ഐലൻഡ് ഏതാടാ? സത്യമായിട്ട് എനിക്കറിയില്ല. എനിക്കെന്നല്ല, ആർക്കും അതറിയില്ല. പരമരഹസ്യമാക്കി വെച്ചിരിക്കുക ആണൻ ആ സ്ഥലം. ധനരാജിന് മാത്രമേ ആ സ്ഥലം അറിയൂ. എന്നെ വിശ്വസിക്കേ. ആ ധനരാജ് ഇപ്പൊ എവിടെ ഉണ്ട്? അവൻ എവിടെ ഉണ്ടാവുമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ എല്ലാ വെള്ളിയാഴ്ചയും സൈക്ലോൺ പബ്ബിൽ വരാറുണ്ട്. അവിടെ വെച്ച് നിങ്ങൾക്ക് അവനെ പിടിക്കാൻ പറ്റും. എന്നെ വിട്ടേക്കനിയ. ഇനി ഒരുപാട് ഉദ്ഘാടനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ടേ. അമ്മേ മഹാമായി, ഇവന്മാര് രണ്ടുപേരാണെന്നുള്ള ഭീകരസത്യം അണ്ണനെങ്ങാനും അറിഞ്ഞ അതോടെ എന്റെ കട്ടയും പടവും മടങ്ങും. ആ ബാബുജിന്റെ അഡ്രസ് പിടിച്ചോളാ. എന്താണ് ചോട്ടാബായി പറയണത്? അതെ തിരുമേനി, ആ നരസിംഹൻ ഇവിടൊക്കെ തന്നെയുണ്ട്. ഓർക്കുമ്പോ ചങ്ക് കിട്ടും. പിന്നെ അവനെ പിടിച്ചൂടെ? പുലിമുടെ കൊണ്ട് കൈയിട്ട് കടി വാങ്ങിക്കാൻ എനിക്ക് താല്പര്യമില്ല. നരസിംഹനെ കാണാൻ ഹൈദരാബാദിൽ നിന്നാരോ വന്നിരിക്കുന്നത്. എന്നെ കാണാൻ മാത്രം ആരാ? ഗുരുദേവ അവിടെന്നോ? നിന്റെ വേഷപ്പകർച്ച ഗംഭീരായിട്ടുണ്ടോ? താങ്ക് യു ഗുരുദേവ. അതിരിക്കട്ടെ, എന്താ ഈ വരവിന്റെ ഉദ്ദേശം? നോം വന്നതല്ലടാ, നിന്റെ വില്ലനായി അവതരിച്ചതാ. എന്താ ഗുരുദേവ, വില്ലത്തനം പാവാണ് കേട്ടോ. നോം വില്ലനായിരുന്നില്ല, നായകനായിരുന്ന നമ്മെ നീയും ചന്തുവും കൂടി വില്ലനാക്കിയതാ. ഇപ്പൊ എന്റെ ഗുരുദേവൻ എന്താ വേണ്ടേ? ചന്ദ്രകല. അപരാധം ഞങ്ങളുടെ നിശ്ചയം കഴിഞ്ഞതല്ലേ? സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്റെ സാധന നടത്തേണ്ടി വരും. ഏത് സത്യം? നീയല്ല എന്നുള്ള സത്യം. നിന്നെ കാശ് തന്ന് വിലക്കെടുത്താന്നുള്ള സത്യം. ഈ കാര്യം ബാബുജിയുടെ ചെവിയിലെത്തിയ എന്താ സംഭവിക്കാന്നറിയാലോ? അത്രയ്ക്കങ്ങട് വേണോ ഗുരുദേവ? വേണമെന്ന് തന്നെയാ. മനസ്സ് മാറ്റില്ലേ? കൗപീനം മാറ്റിയാലും തോന്നും നമ്മുടെ മനസ്സ് മാറ്റില്ല. ശരി, നിക്ക് ഒരു നിമിഷം സമയം തരിക. എന്തുവാ ഗുരുദേവൻ എന്നോട് പ്രതികാരം ചോദിക്കാൻ വന്നിരിക്കുക. ബാബുജിയോട് പോയി സത്യമൊക്കെ പറയത്രേ. അവനെ ഇപ്പൊ തന്നെ അങ്ങ് തട്ടിയേക്കാം. തടയരുത്. ഇപ്പൊ നമുക്ക് വെറുതെ എടുത്തുയാട്ടമല്ല, ബുദ്ധിയാണ്. വരാൻ പാടില്ലാത്തടുത്ത് വരാൻ പാടില്ലാത്ത സമയത്ത് അവൻ വന്നു. ഇനി അവൻ തിരിച്ചു പോകരുത്. ഗുരുദേവ, ബാബുജിയുടെ വലങ്കൈയായ ഭാഷാബായി അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലുക, എന്നിട്ട് മൊത്തം അങ്ങോട്ട് പറയാ. ചന്ദ്രകലയെ മാത്രം കിട്ടില്ല. നീ തുനിഞ്ഞിറങ്ങിയിരിക്കാനല്ലേ? നോം കാണിച്ചു തരാം. നമസ്കാരം ഉണ്ട്. ആ കഥ കടയ്ക്ക് പറഞ്ഞോളൂ. ഇപ്പൊ ഒരുത്തം പോയില്ല. അമ്പലത്തിൽ കഥന പൊട്ടണ ഒരു ശബ്ദം കേട്ടല്ലോ. എന്താ ഗുരുദേവ, നിങ്ങൾ ഭാഷാബായിയെ കൊന്നൂല്ലേ? നോമാരെ കൊന്നിട്ടില്ല കേട്ടോ. അകത്ത് കയറിയോണ്ട് ലൈറ്റ് പോയി. ലൈറ്റ് വന്നപ്പോ കയ്യിലൊരു തോക്ക്. അയാൾ മരിച്ചു കിടന്നു. ഇതിനാണ് നമ്മുടെ നാട്ടിൽ കൊലപാതകം എന്ന് പറയണേ. കാറ്റ് പോയോ?
തട്ടിക്കളഞ്ഞോടാ. നോമല്ല. എന്റെ ഭാഷാബായിയെ കീച്ചു കളഞ്ഞല്ലടാ. എന്റെ അണ്ണന്റെ റൈറ്റ് ഹാൻഡ് ആയിരുന്നടാ ഈ ശവം. കേട്ടോ. എന്നെ ഓർത്ത് എന്റെ ഗുരുദേവനോടൊന്ന് ക്ഷമിക്ക. ഞാൻ ക്ഷമിച്ചിട്ടെന്ത് കാര്യം? അണ്ണൻ ക്ഷമിക്കണ്ടേ? നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങളത് അനുസരിക്കാം. ശരി, നീ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിക്കാം. അണ്ണൻ വരാനുള്ള സമയമായി. ആദ്യം ഈ ശവം എടുത്തുകൊണ്ട് കടലിൽ തട്ടാം. എന്തായി പറയണേ? കർമ്മങ്ങൾ ചെയ്യാണ്ട് കൊണ്ട് കടലിൽ തട്ടുകയെ ആത്മാവിന് ശാന്തി കിട്ടുമോ? കൊന്നതും പോരാ, പിന്നെ നിത്യശാന്തി നിർത്തുന്നു. അയാളോട് നിർത്താൻ പറയാ. എന്റെ പൊന്നു ചോട്ടാബായി, ഈ അശ്ലീല പറച്ചിലൊന്ന് നിർത്തുക. ഗുരുദേവ അസഭ്യം കഴിഞ്ഞിരിക്കുന്നു, കൈയെടുക്ക. ചോട്ടാബായി പിടിക്ക. ഇവൻ ഇത്ര പെട്ടെന്ന് മരിക്കുന്നു സ്വപ്നയും തിരിച്ചില്ല. ഇത്ര പെട്ടെന്ന് മരിക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ചാരി! എടാ ചാരി! ചാരി! എന്താ ഗുരുദേവ, എന്തുണ്ടായി? ഭാഷ ജീവനോടെ ഉണ്ടടാ. എവിടെ? അവിടെ. അപ്പൊ ഇയാളോ? ഇത് ഭാഷ തന്നെയാണല്ലോ. അതേലോ. അപ്പൊ നോം അവിടെ കണ്ടത് ആരെയാ? നിങ്ങൾ ആരെ കണ്ടെന്നാ പറയണേ ഗുരുദേവ? എടാ ചാരി, നോം കള്ളം പറയില്ല. നോം കണ്ടത് ഭാഷയെ തന്നെയാ. എന്റെ ചോട്ടാബായി ഒന്ന് അടങ്ങുക. അറിയാതെ പറ്റിയാൽ നോം പറഞ്ഞല്ലോ. അയാളോട് ശവം എടുത്തോണ്ട് പോവാൻ പറയാ. ചോട്ടാബായി ശവം എടുത്തോണ്ട് പോവാ. നീ പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തോണ്ട് പോവാം. എടാ ചാരി, നമുക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലാണ് ഇയാളുടെ അസഭ്യ വർഷം. ചോട്ടാബായി, ബാബുജി അറിയുന്നതിന് മുമ്പ് ഈ ശവം ഇവിടെ നിർത്തോണ്ട് പോണണ്ടോ? ശരി, ഓക്കെ. എന്റെ ശവം കർമ്മങ്ങൾ ചെയ്തയച്ചോ പൂജാരി? നിക്കണു ഭാഷാവായി. എവിടെയാ ഗുരുദേവ? നിനക്ക് കാണാൻ പറ്റണില്ലേ? ആത്മാക്കളെ കാണാൻ കഴിയില്ല. ആത്മാവിനോട് സംസാരിക്കുന്നടാ. ആത്മാവൂര് ഒരു കുന്തൂല്ല. ഗുരുദേവന് തലക്ക് നെല്ലിക്ക തളം വെക്കേണ്ടിയിരിക്കണു. ആർക്കും കാണാനും കഴിയില്ല, ആർക്കും കേൾക്കാനും കഴിയില്ല, നിനക്കല്ലാതെ. എനിക്ക് മാത്രം ആ സിദ്ധി എന്തിനാ തന്നെ? എന്നെ കീച്ചിക്കളഞ്ഞത് നീ. ഇനി ഞാൻ എന്നും നിന്റെ കൂടെ ഉണ്ടാവും. നിന്റെ നിഴല. അതേടാ, ഞാൻ തന്നെയാ. എനിക്കറിയാമായിരുന്നടാ. നിന്റെ വേഷം കെട്ട് കണ്ടപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു. വേഷം കെട്ട് പലതും കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ അച്ഛനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഐലൻഡ് എന്ന് പറയടാ. നീ എന്നെ എന്തൊക്കെ ചെയ്താലും ഞാൻ പറയില്ല. പറയും. നീ തന്നെ ഇനി നീ പറയും. പറയാം പറയാം. കാളികാട്ടിൽ നിന്നും 160 കിലോമീറ്റർ അകലെയുള്ള ബേർഡ്സ് ഐലൻഡിലാണ് നിന്റെ അച്ഛനുള്ളത്. താങ്ക്സ് എ ലോട്ട്. നിനക്കെന്താ ഇവിടെ കാര്യം? ഇവിടെ ഇവിടെ ചാരി, എടാ ചാരി. എന്താ ഗുരുദേവ? സംഗീതം കേട്ട് സുഖിയാണല്ലേ? അതേനെ, നല്ല സുഖമുണ്ട്. ഗുരുദേവനെ ഒന്ന് വിശ്രമിച്ചോളൂ. വിശ്രമിക്കാനൊന്നും നേരെയില്ല. എടാ ചാരി, ഒരു രഹസ്യം പറയാം, ആരോടും പറയരുത്. പറഞ്ഞോളൂ ഗുരുദേവ. നോം ഇന്ന് രാത്രി ഇല്ലത്തേക്ക് മടങ്ങുക. എന്തിനാ? ആത്മാവ് എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുക. കക്കൂസി പോലും എന്റെ കൂടെ ഉണ്ട് കേട്ടോ. പേടിച്ചോടിയിട്ട് എന്താ കാര്യം? നിങ്ങൾ എവിടെ പോയാലും ആത്മാവ് കൂടെ വരില്ലേ? അതെങ്ങനെയാ? എങ്ങനെയാന്നോ? അതിന് ടിക്കറ്റും പാസ്പോർട്ടൊന്നും വേണ്ടാലോ. അതും ശരിയാ. പട്ടു, അതാ വന്നു. നോം ഇതാ വരണു. ആരാ ഗുരുദേവ? എന്റെ പുക കാണാൻ വന്നോനാ. അങ്ങനെ ഇപ്പൊ ആരാ ഇവിടെ ഉള്ളേ? ഞാൻ പറഞ്ഞില്ലേ ആത്മാവ്. രാത്രിയായാ പിന്നെ കൊച്ചു കുട്ടികൾ വന്ന് തട്ടുന്ന പോലെ നമ്മ അയാൾ തട്ടിക്കളിക്കുക. എന്താ പട്ടു താമസം? എന്താ വിളിക്കണു? പോട്ടെ ചാരി. എന്താ വിളിച്ചേ? എവിടെ പോയിട്ട് വരുന്നു?
മനുഷ്യനുമായിട്ട് എന്താ ഇത്ര സഹവാസം? നോ മനുഷ്യല്ലേ, എനിക്കും കാര്യങ്ങൾ ഉണ്ടായില്ലേ? താനെന്തിനൊക്കെ അന്വേഷിക്കണേ? 5 മണിക്ക് എണീക്കും, രാത്രി 3 മണി വരെ മദ്യപിക്കും. തന്നെ സേവിച്ച് നോ മരിക്കാറായി. എന്റെ ആരോഗ്യവും നശിച്ചു. മരിക്കണതാ ഇതിലും ഭേദം. എന്നാ പിന്നെ പെട്ടെന്ന് ആയിക്കോട്ടെ. നമുക്ക് ഒരുമിച്ച് 2 ബഗ് അടിക്കാമല്ലോ. ഭാഷഭായ് ആപ്കാ ഡ്രിങ്ക്. താങ്ക് യു. അല്ല, അവൻ എങ്ങനെയാ തന്നെ കണ്ടേ? അവന് ഒരു കൊച്ചു പ്രേതം. നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ടാവും? മൊത്തം ഒരു 10-40 പേര് കാണും. നീയും കൂടി ചത്താ 41 ഗുരുദേവാ ഒരു ഗുഡ് നൈറ്റ് പിടിച്ചോളുക. ഓഹോ, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണല്ലേ? വേറെ എന്താ ഞാനിപ്പോ ചെയ്യണ്ടേ? ഗുരുദേവനും പോന്നോളൂ. എന്താ ഈ കാട്ടണേ? നോം വരണില്ല, താൻ പോയിക്കോളൂ. പാഷാണം. നിങ്ങൾ രണ്ടുപേരും വലിയ ഫ്രണ്ട്സ് ആണോ? ഇവനുമായി ഫ്രണ്ട്ഷിപ്പോ ഒരിക്കലും ഇല്ല. നോമൊരു അവസരത്തിനായി കാത്തിരിക്കുക. തനിക്കൊരു കൂട്ടിനായി നോമ അവനെ അയക്കുന്നുണ്ട്. ഹലോ, മോനെ ചാരി, എന്തൊക്കെയുണ്ട് വിശേഷം മുത്തശ്ശി? പറയാ. ഞങ്ങള് കൽക്കട്ടയ്ക്ക് വരണുണ്ട്. ഇങ്ങോട്ടേക്കോ? എന്താ ഇത്ര അത്യാവശ്യം? കാണണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വരൂലോ. നിന്റെ പിറന്നാൾ ആഘോഷിക്കാനാണ് കുട്ടിയെ. രാമ 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 പറഞ്ഞാൻ കേക്കില്ല. ശരി, ഒരു കാര്യം ചെയ്യാ. കാലത്ത് ഇവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് കാളി ക്ഷേത്രത്തിലേക്ക് വരിക. ഇവന്മാരറിയാതെ ഞാനും അങ്ങോട്ടേക്ക് എത്തിക്കോളാം. എന്താ മുത്തശ്ശി? ആയിക്കോട്ടെ. എന്നാ ഫോൺ കട്ട് ചെയ്തോളാം. കാളി ക്ഷേത്രത്തിലേക്കാണല്ലേ? എന്താ മാവാ? എടാ ഗോപികൃഷ്ണ, നോം പറയുന്നത് ശ്രദ്ധിച്ചങ്ങോട്ട് കേൾക്കുക.